എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് KBTയുടെ ഒരു കുറച്ച് അധികം വർക്ക് ഫ്ലോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരല്പം ലെങ്തിയാണ്. അപ്പോൾ KBTയിലെ ഒരു വില്ലേജ് ഓഫീസർ എങ്ങനെയാണ് ഫോം 1 എൻട്രി ചെയ്ത് വിടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചതാണ്, അത് കണ്ടതാണ്. അതിൻ്റെ തഹസിൽദാർ അപ്രൂവ് ചെയ്യുന്ന, തഹസിൽദാർ അപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് നോട്ടീസ് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സും ഹിയറിംഗ് നോട്ട് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സും ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് സെക്ഷൻ ക്ലാർക്ക് KBT ഫയൽ പ്രോസസ്സ് ചെയ്യുന്നത്. വില്ലേജ് ഓഫീസർ എൻട്രി ചെയ്ത് വിടുന്ന എല്ലാ ഫയലുകളും ബന്ധപ്പെട്ട താലൂക്കിൽ ചില താലൂക്കുകൾക്ക് ഒരു 15 10 വില്ലേജുകൾക്ക് ഒരു ക്ലാർക്ക് എന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മാപ്പിംഗ് എല്ലാം താലൂക്ക് ഓഫീസിൽ തന്നെയാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം നേരെ ക്ലാർക്കിൻ്റെ ലോഗിനിലേക്ക് വരും. ക്ലാർക്കിൻ്റെ ലോഗിനിൽ KBT എന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ എടുക്കേണ്ടത്, ഇത് ചിറയൻകീഴ് താലൂക്ക് ഓഫീസിൻ്റെ ഒരു ലോഗിനാണ്, സെക്ഷൻ ക്ലാർക്കിൻ്റെ ലോഗിനാണ്. ഫയൽ മൂവ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ മൂവ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ, അതായത് വിവിധ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് വന്നതും പ്രോസസ്സ് ചെയ്യാത്തതുമായിട്ടുള്ള 16 കേസുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ പ്രോസസ്സിങ് എന്ന ബട്ടനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സബ്മിറ്റഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ അയച്ചിട്ടുള്ള കേസുകൾ 164 കേസുകളാണ് വില്ലേജ് ഓഫീസിൽ വന്നത് നമ്മൾ ഫോർവേഡ് ചെയ്ത് DTക്ക് വിട്ടിട്ടുള്ളത്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. കണ്ടോ, 2 മെനുകളാണ്, പ്രോസസ്സിങ്ങും സബ്മിറ്റഡും. ഇപ്പോൾ പ്രോസസ്സിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു, അതായത് ഫയൽ മൂവ്മെൻറ്റിൻ്റെ ഹോം മെനു ആയ പ്രോസസ്സിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ VO റിപ്പോർട്ട്, ഇതെല്ലാം സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, 6851/2021. ഇത് പ്രോസസ്സ് കൊടുക്കുന്നു. പ്രോസസ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോസസ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ KBTയുമായി ബന്ധപ്പെട്ട ഒരു നോട്ട്, ഒരു ഓഫീസ് നോട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സബ്ജക്റ്റ്, റെഫറൻസ് എല്ലാം വെച്ചിട്ട് ഒരു നോട്ട്. ഇതൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നേരെ കെട്ടിടത്തിൻ്റെ വിസ്തീർണമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, വില്ലേജ്, LST ടൈപ്പ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീഫോൾട്ടായിട്ട് കെട്ടിട നികുതി അല്ലെങ്കിൽ ആഡംബര നികുതി ചുമത്തുന്നതിന് എന്നായിരിക്കും ഡീഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നത് ഈ പോർഷനിൽ. അവിടെ നമ്മൾ ഫോം 3ഉം ഫോം 4ഉം ഹിയറിങ്ങിന് ആവശ്യമായിട്ടുള്ള, ഇവരെ നമ്മൾ ഹിയർ ചെയ്യണം. ഹിയറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫോം 3ഉം ഫോം 4ഉം എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയേണ്ടത്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഉണ്ടായിരിക്കുന്ന നോട്ട്, നേരത്തെ ഉണ്ടായിരുന്ന നോട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നോട്ടായിരുന്നു. കെട്ടിട ഉടമയുടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര രൂപ ചുമത്താവുന്നതാണെങ്കിൽ ഉത്തരവിനായെന്ന് പറഞ്ഞാൽ, അത് മാറിയിട്ട് പകരം ഫോം 3യിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇന്ന തീയതിയിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ളതും ഇത്ര വിസ്തീർണമുള്ളതുമായ കെട്ടിടത്തിന് കക്ഷിയെ ഇന്ന തീയതിയിൽ ഇന്ന സമയത്ത് നേരിട്ട് കേൾക്കാവുന്നതാണ്. തീയതി നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം ഒരു 26 ഡേറ്റ് കൊടുക്കുന്നു. സമയം 11 AM. എന്തൊക്കെ റെക്കോർഡുകളാണ് അതിനകത്ത് ഹാജരാക്കേണ്ടത് എന്ന് കൊടുക്കുന്നു. ഇനി വില്ലേജ് ഓഫീസർ അപ്ലോഡ് ചെയ്ത സ്കെച്ച് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ വില്ലേജ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കെച്ച് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഈ ഫോം 1 വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇത് റൊട്ടേറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. നേരെ തലതിരിച്ച് ഇരുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടോ, വില്ലേജ് ഓഫീസറുടെ സിഗ്നേച്ചറോട് കൂടിയിട്ട്
വളരെ ഭംഗിയായിട്ട് സ്കാൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. വക്കം വില്ലേജ് ഓഫീസറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തു, നേരെ താഴോട്ട് വരുന്നു. വില്ലേജ് ഓഫീസറുടെ കമൻറ്റ് ഇവിടെ കണ്ടു. ഓക്കെ എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം ബാക്കി കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇവിടെയും അതേപോലെ തന്നെയാണ്, നോട്ടിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. സെക്ഷൻ ക്ലാർക്ക് സബ്മിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് KBT DT ആണ്. അപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ഇത്തരത്തിൽ കുറച്ച് സീറ്റുകൾ മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ മാപ്പ് ചെയ്തിരിക്കുന്നതിൽ KBTയുടെ സീറ്റ് ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ. കാരണം മാപ്പ് ചെയ്യാത്ത ഒരു സീറ്റിലേക്കാണെങ്കിലും ഇത് പോകുമെന്ന് വെച്ചാൽ ലോഗിൻ കൊടുക്കാത്ത സീറ്റിലേക്ക്, മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകും, ലോഗിൻ കൊടുക്കാത്ത ഒരു സീറ്റിലേക്കാണെങ്കിലും പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പ്രശ്നം, ആ ലോഗിൻ ഏതാണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നു പോയാൽ അല്ലെങ്കിൽ വിട്ടുപോയാൽ ഈ KBT ഫയൽ അവിടെ താലൂക്ക് ഓഫീസിൽ പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ഓക്കെ കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫോംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ബാക്ക് ടു വില്ലേജ്, അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇതിലെന്തെങ്കിലും സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്ക് ടു വില്ലേജ് കൊടുക്കാം. എന്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഈ 3 ബട്ടണിൽ ആദ്യത്തെ 2 ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് റിമാർക്സിൽ എന്ത് ടൈപ്പ് ചെയ്താലും അത് റെക്കോർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് ബാക്ക് ടു വില്ലേജ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് എന്താണ് നോട്ടെന്ന് പറഞ്ഞതിന് ശേഷം ബാക്ക് ടു വില്ലേജ് കൊടുത്താൽ ആ നോട്ട് ഉൾപ്പെടെയാണ് വില്ലേജ് ഓഫീസർക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് സ്കെച്ച് അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആയത് കൂടി ഉൾപ്പെടുത്തി പുനർസമർപ്പിക്കുക എന്ന് പറഞ്ഞൊരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ടു വില്ലേജ് ടൈപ്പ് ചെയ്തിട്ട് ബാക്ക് ടു വില്ലേജ് കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഇന്നതാണ് പ്രശ്നം, അതുകൊണ്ട് ഇന്നത് കൂടി ഉൾപ്പെടുത്തുക. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ തൽക്കാലം ഓക്കെ കൊടുത്തു, ഫോർവേഡ് കൊടുത്തു. ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ പ്രോസസ്ഡ് എന്ന് കാണിക്കും. കണ്ടോ, ഫയൽ പ്രോസസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ വീണ്ടും കൊടുക്കുക, ആ ബോക്സിനകത്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ടാബിലേക്കാണ് വരുന്നത്. അനു ആൻഡ് സൂജ, അതിനൊരു ഫയൽ നമ്പറായി, വീട്ടുപേര് വന്നു, കോൺടാക്റ്റ് നമ്പർ വന്നു, വില്ലേജിൻ്റെ പേര് വന്നു, ബിൽഡിംഗ് ടൈപ്പ് വന്നു, സോഷ്യൽ വെൽഫെയർ KBT, അതായത് സോഷ്യൽ വെൽഫെയറിൻ്റെ DT ആണ് KBTയുടെ DT, അത് ഫോം 3. ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെയായിരുന്നു ഹിസ്റ്ററി, വില്ലേജ് ഓഫീസർ, പിന്നെ നമ്മുടെ സെക്ഷൻ ക്ലാർക്കിൻ്റെ സീറ്റ്, അങ്ങനെ തഹസീൽദാറിൻ്റെ സീറ്റ് വരെ ഉള്ളതിൻ്റെ ഹിസ്റ്ററിയും ഈ ഫയൽ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഹിസ്റ്ററിയും കാണാൻ പറ്റുന്നതാണ് ഭാവിയിൽ. കണ്ടോ, ഇതിലിവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത എല്ലാ കേസുകളും ഉണ്ട്. ഇവിടെ ഒരു കേസ് കണ്ടോ, വില്ലേജ് ഓഫീസർ കിഴുവിലത്തിന് തന്നെ തിരിച്ച് കൊടുത്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിൽഡിംഗ് ടൈപ്പ് ഇല്ലാഞ്ഞതുകൊണ്ടാണ്. ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണെന്ന് രേഖപ്പെടുത്താൻ അവർ വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ അത് തിരിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഫസ്റ്റിലേ ഉള്ളത്. വീണ്ടും നമ്മൾ അടുത്ത ഫയൽ അപ്പോഴും തന്നെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പ്രോസസ്സിങ്ങിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇൻബോക്സ് വരും, വീണ്ടും അടുത്ത ചെയ്യുക. അതായത് ഇപ്പോൾ ഒരെണ്ണം പോയി 16 എണ്ണം മാത്രമായി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോം 1 വില്ലേജ് ഓഫീസിൽ നിന്ന് വന്നാൽ സെക്ഷൻ ക്ലാർക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് നോക്കാം, പ്രോസസ്സ് എടുക്കുമ്പോൾ ആ ഒരു ബട്ടൺ, അതായത് ഹിയറിംഗ് നോട്ടീസ് അയക്കുക എന്ന ബട്ടൺ മാത്രമല്ല അതിലുള്ളത്. കണ്ടോ, ഫോം 3, ഫോം 4, അതായത് ഹിയറിംഗ് നോട്ടീസ്, കെട്ടിട നികുതി ചുമത്തുന്നതിന്, റീഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, നികുതി ഒഴിവാക്കൽ, ഹിയറിംഗ് റിപ്പോർട്ട്, മറ്റുള്ളവ എന്ന് പറഞ്ഞിട്ട് നോട്ടുകളുണ്ട്. ഓരോ നോട്ട് എടുക്കുമ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള നോട്ടുകൾ അവിടെ വരുന്നതാണ്. കണ്ടോ, ഇൻസ്പെക്ഷനൊക്കെ കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാനൊരു ഫയൽ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തത്. ആ ഫയലിൻ്റെ കണ്ടിന്യൂവേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു തഹസീൽദാർ എങ്ങനെയാണ് അത് അപ്രൂവ് ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഇത് DTയുടെ ലോഗിനാണ്. ചിറയൻകീഴ് താലൂക്ക് ഓഫീസിലെ KBT DTയുടെ ലോഗിനാണ്. ആ DTയുടെ ലോഗിനിൽ KBT എന്ന ഓപ്ഷനിൽ
ക്ലിക്ക് ചെയ്യുക, എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഉള്ള KBT എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഫയൽ മൂവ്മെൻ്റ് എടുക്കുക. അപ്പോൾ ഒരെണ്ണം പോലും അതിനകത്ത് പെൻഡിങ് ഇല്ല. പ്രോസസ്സിങ് സബ്മിറ്റഡ് എന്നുള്ള ഒരു ഇതായിരിക്കും കിടക്കുന്നത്. അതിൽ ഇൻഡെക്സ് 1 ഫയൽ നമ്പർ VO റിപ്പോർട്ട് ആപ്ലിക്കേഷൻ നെയിം കോൺടാക്ട് നമ്പർ നേരത്തെ നമ്മൾ കണ്ടതുപോലെ. ഫയൽ ടൈപ്പ് ഫോം 3. ഇത് ശ്രദ്ധിക്കണം, കാരണം എല്ലാത്തരം ഫയൽ മൂവ്മെൻറ്റ്സും ഇതിനകത്താണ് വരുന്നത്. ഫോം 3 വരും, ഡിമാൻഡ് നോട്ടീസ് വരും, അതെല്ലാം അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക. പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആ നോട്ട് കണ്ടോ വന്നു. ഇവിടെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട്, അതായത് സെക്ഷൻ ക്ലാർക്ക് എന്താണോ ചെയ്തു വിടുന്നത് അത് അതേപോലെ വരും. നമുക്കിതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രം വരുത്തിയതിന് ശേഷം അപ്ഡേറ്റ് നോട്ട് കണ്ടൻറ്റ് കൊടുക്കുക. ഉദാഹരണത്തിന് സമയം 11 AM ആണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് മറ്റൊരു സമയം കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ് മാറ്റാം. മാറ്റിയതിന് ശേഷം ഒരു കാര്യം ചെയ്യുക, അപ്ഡേറ്റ് നോട്ട് കണ്ടൻറ്റ്. അപ്പോൾ ആ നോട്ട് കണ്ടൻറ്റ് സേവ് ആവും. ഇവിടെയും വില്ലേജ് ഓഫീസറുടെ സ്കെച്ചും പ്ലാനും ഒക്കെ കാണാൻ പറ്റും. വില്ലേജ് ഓഫീസർ എന്ത് കമൻറ്റ് ഇട്ടു, സെക്ഷൻ ക്ലാർക്ക് എന്ത് കമൻറ്റ് ഇട്ടു എന്ന് കാണാൻ പറ്റും. ഇനി അടുത്തത് ഇവിടെയും 3 മെനുവുകൾ പ്രധാനമായിട്ടുണ്ട്. അവിടെ ഈ റിമാർക്സ് ടൈപ്പ് ചെയ്ത് 3 മെനുവിൽ പ്രസ് ചെയ്താലും ഈ റിമാർക്സും കൂടി ഉൾപ്പെടെ ആയിരിക്കും ഇവിടേക്ക് പോകുന്നത്. റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് ഏത് സീറ്റിലാണോ ഇരുന്നത് ആ സീറ്റിലേക്ക് തിരിച്ചു പോകും. അതാണ് റിട്ടേൺ ബാക്ക്. ബാക്ക് ടു വില്ലേജ്, ഇതും പറഞ്ഞ് വില്ലേജിൽ എന്തെങ്കിലും റിമാർക്സും പറഞ്ഞും മടക്കാം DTക്ക്. അതാണ് ബാക്ക് ടു വില്ലേജ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് അയക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഇത് ഫോർവേഡ് ചെയ്യുകയാണ്. സബ്മിറ്റിംഗ് സീറ്റ് തഹസിൽദാർ ചിറയൻകീഴ്. അപ്പോൾ റിമാർക്സിൽ വ്യക്തമായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഞാൻ നേരത്തെ അവർ പ്രിപ്പയർ ചെയ്ത നോട്ടായതുകൊണ്ടാണ് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. അവർക്കും വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്താലും മതിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ DT അതിനകത്ത് എഴുതുന്ന ആകെ കമൻറ്റ് ഇത് മാത്രമാണ്. അതുകൊണ്ട് മേ ബി അപ്രൂവ്ഡ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് റീസൺ ആയാലും അത് കൊടുക്കാം. എന്നിട്ട് ഫോർവേഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെയും ഫയൽ പ്രോസസ്ഡ് എന്ന് കാണിക്കും. ഫോർവേഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഫയൽ പ്രോസസ്ഡ് എന്ന് കാണിക്കും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ഇവിടെ സബ്മിറ്റഡ് ഫയലിനകത്ത് കാണിക്കും. കണ്ടോ, ഇവിടെയും 181ഓളം ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സെക്ഷൻ ക്ലാർക്കിൻ്റെ ലോഗിനിൽ 160 കാണിച്ചുള്ളൂ, ഇവിടെ 181 കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് അതൊരു മറ്റൊരു കാര്യമാണ്. അത് ഞാൻ അടുത്ത ഇതിൽ പറയാം, ഈ അടുത്ത ടേണിൽ പറയാം, ഈ വീഡിയോയിൽ തന്നെ അടുത്ത ടേണിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞു. ആ ഫയൽ തഹസിൽദാരുടെ ലോഗിനിൽ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ഇത് ചിറയൻകീഴ് തഹസിൽദാരുടെ ലോഗിനാണ്. ആ ലോഗിനിൽ KBTയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെയും നമ്മൾ എടുക്കേണ്ടത് ഫയൽ മൂവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നിട്ടിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കണ്ടോ, ഫോം 3 ഇവിടെയാണ് അത് ശ്രദ്ധിക്കേണ്ട കേസ്. ഫോം 3 ഹിയറിംഗ് റിപ്പോർട്ട്. ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു 20-21 ഹിയറിംഗ് റിപ്പോർട്ടുകൾ അത് DT ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഹിയറിംഗ് നോട്ടിനകത്ത് ഹിയറിംഗ് റിപ്പോർട്ട് അപ്രൂവ് ചെയ്യാനുള്ളത് സെക്ഷൻ ക്ലാർക്കിൻ്റെ ലോഗിനിലല്ല, പകരം DTയുടെ ലോഗിനിലാണ്. അതുകൊണ്ട് ഹിയറിങ്ങിന് ഹാജരായി കഴിഞ്ഞാൽ DT ആണ് ഹിയറിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫോം 3 ഇതാണ്. ഇത് നമ്മൾ പ്രോസസ്സ് കൊടുക്കുക. എല്ലാം വരും. B6 തന്നെയാണ് സീറ്റ്. കാരണം ഈ ഫയൽ നേരെ തിരിച്ച് B6ൻ്റെ സീറ്റിലേക്ക്, അതായത് KBT സെക്ഷൻ ക്ലാർക്കിൻ്റെ സീറ്റിലേക്കാണ് ഇത് പോകുന്നത്. അതുവഴി അങ്ങ് വില്ലേജ് ഓഫീസറുടെ ലോഗിനിലേക്ക് പൊയ്ക്കോളും. അവിടെ അപ്രൂവ്ഡ് എന്ന് കൊടുക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. അപ്രൂവ്ഡ് എന്ന് കൊടുക്കുമ്പോൾ ഈ
ഹിയറിംഗ് നോട്ടീസ് സൈൻ ചെയ്യണം. നോക്കാം. അപ്രൂവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ പ്രോസസ്സ് കാണിക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. തുടർന്ന് വരുന്ന മെനു എന്ന് പറയുന്നത് ഹിയറിംഗ് നോട്ടീസാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചാണ് ഇതിനെ സൈൻ ചെയ്യേണ്ടത്. ഫോം 3 സൈൻ ചെയ്യുക, ഫോം 4 സൈൻ ചെയ്യുക. 2 ഫോമും സൈൻ ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഇതാണ് പ്രോസസ്സ്. ഇപ്പോൾ തഹസീൽദാരല്ല ഇത് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സൈൻ ചെയ്ത് കാണിക്കാൻ കഴിയാത്തത്. അപ്പോൾ സാറ് എപ്പോഴെങ്കിലും സൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മുടെ അടുത്ത് അല്ല ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇതിപ്പോൾ ക്ലോസ് ചെയ്യുക. ഇനി സൈൻ ചെയ്യാതെ ക്ലോസ് ചെയ്ത് പോയാൽ എങ്ങനെയാണ് വീണ്ടും സൈൻ ചെയ്യുന്നത്? അതിന് ഇവിടെ അറ്റാച്ച് സൈൻ ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്യാതെ വിട്ടുപോയ കേസുകൾ ഏതൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റും. അതിനെ നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ്. സൈൻ ചെയ്യാതെ വിട്ടുപോയ 3 കേസുകളാണുള്ളത്. അത് നമുക്ക് സൈൻ ചെയ്ത് അല്ലെങ്കിൽ തഹസീൽദാർക്ക് സൈൻ ചെയ്ത് വീണ്ടും വില്ലേജിലേക്ക് വിടാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തഹസീൽദാർ അപ്രൂവ് ചെയ്തു എന്നതുകൊണ്ട് ഹിയറിംഗ് നോട്ടീസ് നമുക്ക് വില്ലേജ് ഓഫീസിൽ പ്രിൻ്റ് എടുക്കാൻ കഴിയില്ല. ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടി ഇൻപുട്ട് ചെയ്താൽ മാത്രമേ വില്ലേജ് ഓഫീസർക്ക് ഒരു ഹിയറിംഗ് നോട്ടീസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കക്ഷിക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയും മെനുകളുണ്ട്. നോക്കുക. ഇനി വില്ലേജ് ഓഫീസർ ഈ ഹിയറിംഗ് നോട്ടീസ് പ്രിൻ്റ് എടുത്ത് കക്ഷിക്ക് കൊടുത്ത് സെർവ് ചെയ്യണം. സെർവ് ചെയ്തെന്ന് ഇതിനകത്ത് കാണിക്കണം. സെർവ് ചെയ്ത് എങ്ങനെയാണ് വില്ലേജ് ഓഫീസർ ലോഗിനിൽ കാണിക്കുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം. സെർവ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാം. അപ്പോൾ സെർവ് ചെയ്ത ഒരു നോട്ടീസ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഹിയറിംഗ് നോട്ടീസസ് എന്ന് പറഞ്ഞ മെനു ഉണ്ട്. തഹസീൽദാരുടെ ലോഗിനിൽ തന്നെ ഹിയറിംഗ് നോട്ടീസ് എന്ന് പറഞ്ഞ മെനു ഉണ്ട്. DTയുടെ ലോഗിനിലും ഉണ്ട്. ഇവിടെ പച്ച കളറിൽ കാണിക്കുന്നത് സെർവ് ചെയ്യാനുള്ളതാണ്. കണ്ടോ? ബ്ലൂ കളറിൽ കാണിക്കുന്ന സെർവ്ഡ് ആണ്. ഇതിനകത്ത് സെർവ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കീഴാറ്റിങ്ങൽ വില്ലേജ് ഓഫീസറാണ്. 20/7/2021 സെർവ് ചെയ്തതാണ്. വ്യൂ അറ്റാച്ച്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ സെർവ് ചെയ്ത നോട്ടീസിൻ്റെ കണ്ടോ, ഇന്നയാൾക്ക് നടത്തി മടക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആരാണ് നടത്തിയത്, ഇത്തരം ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ വില്ലേജ് ഓഫീസിൽ നിന്നും സെർവ് ചെയ്തതിന് ശേഷം അത് സ്കാൻ ചെയ്തിട്ട് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക. കൃത്യമായിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ആ സെക്കൻഡിൽ തന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇനി തഹസീൽദാറിൻ്റെ ലോഗിനിൽ നിന്ന് ഇതിപ്പോൾ ഒരാൾ ഹിയറിങ്ങിന് വന്നു, എന്ത് ചെയ്യണം? ഒരാൾ ഹിയറിങ്ങിന് വന്നു കഴിഞ്ഞാൽ KBT എന്ന മെനുവിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. KBT എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹിയറിംഗ് നോട്ടീസസ് എന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 161ഓളം ഫയൽ അയച്ചു. ഹിയറിംഗ് നോട്ടീസ് സെർവ് ചെയ്തത് അല്ലെങ്കിൽ ഹിയറിങ്ങിന് പെൻഡിങ് ആയിട്ടുള്ളത് 61 പേരാണ്. 161 നമ്മൾ അയച്ചത്. അയച്ച ഹിയറിംഗ് നോട്ടീസുകളിൽ 61 നമുക്കിവിടെ കാണുന്നത്. 61 ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കി സൈൻ ചെയ്യാനായിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ അത് സൈൻ ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ വില്ലേജ് ഓഫീസിൽ എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 61 ഹിയറിംഗ് നോട്ടീസുകളിലും നമുക്ക് നടത്തിയതിനെയും നടത്താത്തതിനെയും ഹിയറിംഗ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നടത്താത്ത കേസെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കക്ഷി ദിവസങ്ങളോളം പിന്നെ ആഴ്ചകളോളം വരാതിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫയൽ ഫ്ലോ നടക്കണം. അപ്പോൾ ഹിയറിങ്ങിന് ഹാജരായിട്ടില്ല എന്ന് പറഞ്ഞ് നോട്ട് അപ്ഡേറ്റ് ചെയ്യാം. തൽക്കാലം ഹിയറിങ്ങിന് ഹാജരായിട്ടുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് ഇത് 290. ഇത്തരം കേസുകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഇത് ബ്രിമ്മിൽ നിൽക്കുന്നതായതുകൊണ്ട് ഒരു വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു ന്യൂട്രൽ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 125 റെസിഡൻഷ്യൽ ബിൽഡിംഗ് 125 ഫാത്തിമ ബീവി ആൻഡ് കിയാസുദ്ദീൻ. ഇത് DT എങ്ങനെയാണ് ഹിയറിംഗ് നോട്ടീസ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.
ഫോം 1 ആ സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം. ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോം 1 ക്ലിക്ക് ചെയ്യുന്നു, കണ്ടോ. എന്നിട്ട് ഇതാ ഇവിടെ തന്നെ ആ സ്കെച്ച് കാണാൻ പറ്റും. എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിൽ. കണ്ടോ, അന്ന് എന്തായിരുന്നു നോട്ട് പറഞ്ഞിരുന്നത് അതും കാണാൻ പറ്റും. കണ്ടോ, ഇവരുടെ തണ്ടപ്പേര് നമ്പർ, സർവേ നമ്പർ, എല്ലാ വിവരങ്ങളും ഇതിൽ കാണാൻ പറ്റും. ഫോം 1 അതേ രൂപത്തിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഹിയറിംഗ് 23/7/2021 അന്ന് ഹിയറിംഗ് നടന്നു എന്ന് കരുതുക. കണ്ടോ, നമുക്ക് അറ്റൻഡിയുടെ പേര് എഴുതുക, അപ്ലോഡ് റിപ്പോർട്ട്. ഇവിടെ നമ്മൾ ഫോം 2 അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന റിട്ടേൺ അവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സീറ്റ് സെലക്ട് ചെയ്യുക. തഹസിൽദാർക്കാണ് കൊടുക്കുന്നത്. തഹസിൽദാരുടെ സീറ്റ് സെലക്ട് ചെയ്യുന്നു. മേ ബി അപ്രൂവ്ഡ്. അപ്രൂവ്ഡ് എന്ന് പറയുന്നു. കണ്ടോ, നെയിം ഓഫ് അറ്റൻഡി എന്ന് പറയുന്നത് ഫാത്തിമയാണെന്ന് കരുതുക. പക്ഷേ ഇവർ ഹിയറിങ്ങിന് ഹാജരായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ അവിടെ കൊടുക്കാൻ കഴിയില്ല. ഹിയറിങ്ങിന് ഹാജരാകാത്തതുകൊണ്ട് നമുക്ക് ഹിയറിംഗ് നോട്ടിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. പകരം നമുക്ക് ഇവിടെ ഹാജരായിട്ടില്ല എന്നുള്ള ഒരു പ്രൊവിഷനാണ്. കാരണം ഇപ്പോൾ 23/7 കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്ന ഡേറ്റ് അവിടെ ഇൻപുട്ട് ചെയ്യുക. എന്നിട്ട് നെയിം ഓഫ് അറ്റൻഡി എന്നുള്ളിടത്ത് നില്ല് എന്നോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഈ റിമാർക്സിൽ പറയുക ഹിയറിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ വെരിഫിക്കേഷന് വിടേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 125 നമ്മൾ നോർമലായിട്ടുള്ളൊരെണ്ണമാണ് എടുത്തത്. എന്നിട്ട് അത് ഹിയറിംഗ് നോട്ട്, അതായത് നമ്മൾ ഈ DT കൊടുക്കുന്ന നോട്ട് അപ്രൂവ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സ്. അത് തഹസിൽദാരുടെ ലോഗിനിൽ നിന്നും സെക്ഷൻ ക്ലാർക്കിൻ്റെ ലോഗിനിലേക്ക് വരുന്നു. തഹസിൽദാർ അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഹിയറിംഗ് നോട്ട് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി തഹസിൽദാരുടെ ലോഗിനിൽ വരുന്നു. തഹസിൽദാരുടെ ലോഗിനിൽ നിന്നും സെക്ഷൻ ക്ലാർക്കിൻ്റെ ലോഗിനിൽ വരുന്നു. പിന്നെ ഡിമാൻഡ് നോട്ടീസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തതായിട്ട് ഉള്ളത്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഒരു ഹിയറിംഗ് നടത്തിയ കേസ് എങ്ങനെ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നും അത് തഹസിൽദാർ അപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഡിമാൻഡ് നോട്ടീസ് എങ്ങനെയാണ് ക്ലാർക്കിൻ്റെ ലോഗിനിൽ നിന്നും DTയുടെ ലോഗിൻ വഴി തഹസിൽദാരുടെ ലോഗിനിലെത്തി അത് അപ്രൂവ് ചെയ്യപ്പെടുന്നതെന്നും മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാ KBTയുമായി ബന്ധപ്പെട്ട എല്ലാ താലൂക്കുകളിലും ഉപയോഗപ്രദമായിട്ടുള്ള ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി.